അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ്, പ്രോബബിലിറ്റി. നിങ്ങൾക്ക് 9th ഇനി ഈ ഒരു ചാപ്റ്ററും കൂടി എടുത്തു തരാനുള്ളൂ. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി? നമുക്കറിയാം, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് റാൻഡം എക്സ്പെരിമെൻറ്റ്. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്? ഇപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൽ എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദ എക്സാക്ട് ഔട്ട്കംസ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് ബിഫോർ കണ്ടക്ടിങ് ദ എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൽ എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതിനൊന്നുമില്ലെങ്കിൽ ഹെഡ് കിട്ടും, അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ടോസ് ചെയ്യുന്നതിന് മുമ്പേ അതിലെന്ത് ഔട്ട്കംസ് ആണ് നമുക്ക് ഉണ്ടാവുക പറയാൻ കഴിയില്ല. അതാണ് അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ടോസിങ് ആൻഡ് അൺബിയാസ്ഡ് കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ റോളിങ് ആൻഡ് അൺബിയാസ്ഡ് ഡൈ നമുക്കറിയാം. നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡറെല്ലാം കളിക്കുമ്പോൾ ഡൈ ഉപയോഗിച്ചിട്ട് കളിക്കല്ലേ. അതായത് അതിൽ 1, 2, 3 നമ്മളിങ്ങനെ ഇടുമ്പോൾ അതിൽ എന്താണ് കിട്ടുന്നത് അതിനനുസരിച്ചല്ലേ നമ്മൾ കളിക്കും. അപ്പോൾ അത് ടോസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അതിൽ എന്ത് ഔട്ട്കംസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് സാമ്പിൾ സ്പേസ് ആണ് അറിയേണ്ടത്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ് സാമ്പിൾ സ്പേസ്. അതായത് നമുക്ക് ഇവിടെ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ടാവുക? ഒരു കോയിൻ നമ്മളെടുത്ത് ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹെഡ് വരും, അല്ലെങ്കിൽ ടെയിൽ വരും. അപ്പോൾ അതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. രണ്ടുമാണ് കിട്ടുക. ഒന്നുമില്ലെങ്കിൽ ഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടെയിൽ. അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക അതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. സെറ്റ് ഓഫ് ആൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഔട്ട്കംസ് നമുക്ക് ഉണ്ടാവുമോ അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെഡ് ആയിരിക്കും വരിക, അടുത്ത പ്രാവശ്യം നമുക്ക് ടെയിലായിരിക്കും വരിക. അതല്ലാതെ അതിൽ വേറെ ഒന്നും വരാനില്ല. അപ്പോൾ അതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. ഇപ്പോൾ ഡൈ ആണ് നമ്മൾ ടോസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒന്നുമില്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 3. അപ്പോൾ അതെത്രയാണ്? 6 നമ്പേഴ്സ് വരികയാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 1, 2, 3, 4 എല്ലാ ഔട്ട്കംസ് ഏതൊക്കെ വരുമോ അതെല്ലാം എഴുതണം. 1, 2, 3, 4, 5, 6 ഇത്രയാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഈവൻ്റ് എന്താണെന്നുള്ളത്. ഇഫ് എ കോയിൻ ടോസ് ദ എക്വറൻസ് ഓഫ് ഹെഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു, അപ്പോൾ നമുക്ക് ഹെഡ് മാത്രം കിട്ടി, ഹെഡ് കിട്ടി, അതാണ് അതൊരു ഈവൻറ്റ്. അല്ലെങ്കിൽ ടെയിൽ കിട്ടി, അതാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളത് എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി P of E എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ഇൻ വിച്ച് ദ ഈവൻറ്റ് ഹാപ്പൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഇവിടെ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് H-ഉം T ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 2. അപ്പോൾ 2 ആണ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അവിടെ 1 ആണ്. അതുപോലെ ടെയിൽ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1. അപ്പോൾ 1/2. ഹെഡ് കിട്ടണമെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? അവിടെ 1/2 ആണ്. കാരണം ടോട്ടലാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. മുകളിൽ നമുക്ക് ഹെഡ് എത്ര പ്രാവശ്യമാണ് കിട്ടിയത് അത്. അതുപോലെ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമുക്കറിയാം, ഒന്നുമില്ലെങ്കിൽ ഹെഡാണ് കിട്ടുക, അല്ലെങ്കിൽ ടെയിലാണ് കിട്ടുക. അപ്പോൾ അതിന് രണ്ടിനുമുള്ള ചാൻസ് 1 ആണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഡൈയുടെ കേസിൽ നമുക്ക് സാമ്പിൾ സ്പേസ് എങ്ങനെയായിരുന്നു? 1, 2, 3, 4, 5, 6 ആണ് നമുക്ക് ഡൈ ടോസ് ചെയ്യുമ്പോൾ ഉള്ള ഇത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് ഡൈയുടെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ്? 6 ആണ്. അതിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കുക ക്വസ്റ്റ്യൻ 8ൽ നിങ്ങൾക്ക് വന്നതാണ്, ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഓഡ് നമ്പേഴ്സ് ഇതിൽ എത്രയാണ്? 1, 3, 5. അപ്പോൾ 1, 2, 3 നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ 3/6 ആണ് അതിന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും? 3/6. 3/6 എന്നുള്ളത് 1/2 ആയിട്ട് എഴുതാം. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ് ഇതിൽ എത്രയാണ് ഉണ്ട് എന്നുള്ളത് നോക്കുക. 2, 4, 6. അപ്പോൾ 3 നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ അത് 3 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണ്? 6. അത് അപ്പോൾ 3/6 1/2.
പിന്നെ ഇനി ഇതിൽ അറിയേണ്ടത് പ്രോബിലിറ്റി ഓഫ് ആൻ ഈവൻ ലൈസ് ബിറ്റ്വീൻ 0 and 1. നമ്മൾ ഏതൊരു ഇതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0-നും 1-നും ഇടയിൽ മാത്രമേ ആ നമ്പേഴ്സ് കിട്ടുള്ളൂ. അതുപോലെ പ്രോബിലിറ്റി ഓഫ് ദ ഹാപ്പണിങ് ഓഫ് ആൻ ഈവൻറ്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് നോൺ ഹാപ്പനിങ് ഈവൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇ ഡാഷ് ഇതെന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമുക്ക് ഇവിടെ അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1/2. അതുപോലെ ടെയിൽ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1/2. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ 1/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് അറിഞ്ഞിട്ട് മറ്റൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1-ൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് ദ ഹാപ്പണിങ് ഓഫ് എൻ ഈവൻറ്റ്, ഒരു ഈവൻറ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ടാകും. നോൺ ഹാപ്പണിങ് ഈവൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 1-ന്ന് ഹാപ്പണിങ് ഓഫ് എൻ ഈവൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതാണ് ഈ ഫോർമുല പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു 1. അപ്പോൾ എത്ര നമ്മൾ പറയുന്നു, ഇപ്പോൾ ചില ഇതിൽ നമുക്ക് മൂന്നെണ്ണം കാണാനുണ്ട്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി അങ്ങനെ തന്നു കഴിഞ്ഞാൽ എത്ര ഇതുണ്ടെങ്കിലും അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഹെഡ് ആൻഡ് ടെയിൽ നമ്മൾ പറഞ്ഞതിൽ നമുക്ക് 2 ഇതാണ് ഉള്ളത്. ഒന്നുമില്ലെങ്കിൽ ഹെഡ് ആയിരിക്കും, ഒന്നുമില്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 1/2 പ്ലസ് 1/2 2/2 1 ആണ്. അപ്പോൾ ഏത് കേസിലും അതേപോലെ തന്നെയാണ് വരിക. ടോട്ടൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 1 ആയിരിക്കും കിട്ടുക. അതുപോലെ പ്രോബിലിറ്റി ഓഫ് ഷുവർ ഈവൻറ്റ്, തീർച്ചയായും നടക്കുന്നുള്ള ഈവൻറ്റിന് നമുക്ക് 1 ആയിരിക്കും. അതുപോലെ ഇമ്പോസിബിൾ ഈവൻറ്റ്, നടക്കാത്ത ഈവൻറ്റ്സ് ഉണ്ടാവും, ഇമ്പോസിബിൾ ഈവൻറ്റ് എന്ന് പറയും. അത് ഇപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഡൈ ടോസ് ചെയ്തു, അതിൽ നമുക്ക് 7 കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചു. 7 ഇതിൽ കിട്ടുമോ? നമുക്ക് 7 കിട്ടില്ല. അതെന്താണ്? ഇമ്പോസിബിൾ ഈവൻ്റ് ആണ്. ഇമ്പോസിബിൾ ഈവൻറ്റ് എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ പ്രോബിലിറ്റിയിൽ ഒരിക്കലും നെഗറ്റീവ് സൈന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. പ്രോബിലിറ്റി എപ്പോഴും നമ്പേഴ്സ് 0-നും 1-നും ഇടയിലുള്ള നമ്പേഴ്സേ കിട്ടുള്ളൂ. അതുപോലെ ഷുവർ ആയിട്ടുള്ള ഈവൻറ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എനി ഷുവർ ഈവൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഇമ്പോസിബിൾ ഈവൻറ്റ് എന്ന് പറയുന്നത് 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർമ്മിക്കുക. ഇനി നമുക്ക് എക്സസൈസ്. അപ്പോൾ എക്സസൈസ് 15.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ എ ക്രിക്കറ്റ് മാച്ച് എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് എ ബൗണ്ടറി 6 times ഔട്ട് ഓഫ് 30 balls ഷീ പ്ലേസ്. 30 ബോളിൽ 6 times ഹിറ്റ്സ് ദ ബൗണ്ടറി ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഷീ ഡിഡ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി ആണ് പറയുന്നത്. നമുക്ക് ഹിറ്റ് എ ബൗണ്ടറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതായത് 30 balls മൊത്തം ഉള്ളത്, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ അതിൽ 6 times ഹിറ്റ്സ് എ ബൗണ്ടറി ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രോബബിലിറ്റി ദാറ്റ് ഷീ ഹിറ്റ് എ ബൗണ്ടറി ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ? 6/30 ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ദ പ്രോബിലിറ്റി ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 30 ആണ്. അതിൽ ഹിറ്റ്സ് എ ബൗണ്ടറി എന്ന് പറയുന്നത് 6 ആണ്. 6 times ഹിറ്റ്സ് എ ബൗണ്ടറി ആണെങ്കിൽ നോട്ട് ഹിറ്റ് എ ബൗണ്ടറി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഹിറ്റ് ചെയ്യാത്തത് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി എന്ന് പറയുന്നത് അവിടെ, അതായത് 6 ബോൾ ഹിറ്റായി, ഹിറ്റ് എ ബൗണ്ടറി ആണ്. ഹിറ്റ് എ ബൗണ്ടറി ആണെങ്കിൽ അതിൽ 30-ൽ നിന്ന് 6 മൈനസ് ചെയ്ത് നോക്കുക. 30-ൽ നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 24 എന്തായിരിക്കും? നോട്ട് ഹിറ്റ് എ ബൗണ്ടറി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? അതായത് 24 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ് ഹിറ്റ് ചെയ്യാത്തത്? 24 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതിന് മാറ്റമില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 30 തന്നെ. അപ്പോൾ 24/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 6 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? 4/5. ഈ 4/5 എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ 4 ഇവിടെ 5 പോയിന്റ് ഇട്ടു, അപ്പോൾ 40.8 ആണ്. 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.8. അപ്പോൾ
കണ്ടില്ലേ, 0നും 1നും ഇടയിൽ മാത്രമേ ഈ നമ്പേഴ്സ് വരുള്ളൂ. അപ്പോൾ 0.8 ആണ് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞു രണ്ട്, അതായത് ഹിറ്റ് എ ബൗണ്ടറിയും നോട്ട് ഹിറ്റ് എ ബൗണ്ടറിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഹിറ്റ് എ ബൗണ്ടറിയും അതുപോലെ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി രണ്ടും കൂടി ആഡ് ചെയ്താൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഇതൊരു ഫോർമുലയാണ് പി ഓഫ് ഇ. അപ്പൊ ഇതിൽ നിങ്ങൾ ഹിറ്റ് എ ബൗണ്ടറിയാണ് ആദ്യം കണ്ടുപിടിക്കുന്നതെങ്കിൽ 1ൽ നിന്ന് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? നോട്ട് ഹിറ്റ് എ ബൗണ്ടറി കിട്ടും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പി ഓഫ് ഇ നമ്മൾ ഡയറക്റ്റ് ഹിറ്റ് എ ബൗണ്ടറിയാണ്. പ്രോബിലിറ്റി ഓഫ് ഹിറ്റ് ബൗണ്ടറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ ബൗണ്ടറി അതെങ്ങനെയാണ് കിട്ടുക? 6/30 ആണ്. 6/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5. 1/5 എത്രയാണ്? 0.2 ആണ്. 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2. അപ്പോൾ 0.2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1ൽ നിന്ന് 0.2 മൈനസ് ചെയ്യാം. 1 മൈനസ് 0.2 അപ്പോൾ എത്രയാണ് വരിക? 0.8. അങ്ങനെയും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. ഒന്ന് തന്നിട്ട് അതിലില്ലാത്ത, അതായത് നോട്ട് ഹിറ്റ് എ ബൗണ്ടറിയാണ് കാണേണ്ടത്, ഹിറ്റ് എ ബൗണ്ടറിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്ന് മൈനസ് ചെയ്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ 30, മൊത്തം 30 ഉണ്ട്, അതിൽ 6 ഹിറ്റ്സ് എ ബൗണ്ടറിയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 24 നോട്ട് ഹിറ്റ് എ ബൗണ്ടറിയാണ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ആണ്. രണ്ട് മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1500 ഫാമിലീസ് വിത്ത് 2 ചിൽഡ്രൻ വെർ സെലക്ടഡ് റാൻഡംലി ആൻഡ് ദ ഫോളോയിങ് ഡാറ്റ വർ റെക്കോർഡഡ്. അവിടെ നമ്പർ ഓഫ് ഗേൾസ് ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് ഫാമിലീസ് തന്നിട്ടുണ്ട്. അതായത് 2 ഗേൾ ഉള്ളത് 475 ഫാമിലീസിൽ 2 ഗേൾ ഉണ്ട്. ഒരു ഗേൾ മാത്രമുള്ളത് 814 ഫാമിലീസിൽ, ഒരു ഗേളും ഇല്ലാത്തത് 211 ഫാമിലീസിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യം 2 ഗേൾ കിട്ടാനുള്ളത് പ്രോബബിലിറ്റി. ആദ്യത്തത് 2 ഗേൾസ്, പിന്നെ രണ്ടാമത്തത് അതിൽ പറയുന്നത് 1 ഗേൾ, ഒരു ഗേൾ മാത്രം കിട്ടാനുള്ള പ്രോബബിലിറ്റി. അതുപോലെ മൂന്നാമത്തത് എന്ന് പറയുന്നത് നോ ഗേൾ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ടോട്ടൽ എത്ര ഉണ്ടെന്നുള്ളത് തന്നിട്ടുണ്ട്. 1500 ഫാമിലീസ് ആണ്. നമ്മുടെ പി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഫേവറബിൾ outcomes divided by total number of outcomes ആണ്. total number of outcomes. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ടോട്ടൽ ഏത് നോക്കിയാലും എത്രയാണ് കിട്ടുക? 1500. അതായത് 475 പ്ലസ് 814 പ്ലസ് 211 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1500 ആണ് കിട്ടുക. അവിടെ നമുക്ക് തന്നിട്ടുമുണ്ട് 1500 ഫാമിലീസിൽ ഇതിൽ 2 ഗേൾ ഉള്ളത് 475 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഗേൾസ് ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 2 ഗേൾസ് ഗെറ്റിംഗ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 2 ഗേൾസ് എത്ര ഫാമിലിയിലുണ്ട്? 2 ഗേൾസ് എന്ന് പറയുന്നത് 475 ഫാമിലീസിലുണ്ട്. അപ്പോൾ 475/1500 ആണ് കിട്ടുക. അതുപോലെ പ്രോബിലിറ്റി ഓഫ് 1 ഗേൾ എന്ന് പറയുന്നത് അവിടെ നമുക്ക് എത്രയാണ്? 814 ഫാമിലിയിൽ 1 ഗേൾ ആണ് ഉള്ളത്. ഡിവൈഡ് ബൈ 1500 മൊത്തമുള്ള ഫാമിലിയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്. ഇനി പ്രോബിലിറ്റി ഓഫ് നോ ഗേൾ എന്ന് പറയുന്നത് അത് എത്രയാണ്? 211 ഡിവൈഡ് ബൈ 1500. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ഇതുണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗേൾസ്, പ്രോബിലിറ്റി ഓഫ് 1 ഗേൾ, പ്രോബിലിറ്റി ഓഫ് നോ ഗേൾ. എങ്ങനെ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 1 ആണ് കിട്ടുക. നോക്കാം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. 475 നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ 1500 ആണ്. 211 അപ്പോൾ ഇത് 1500 ആയി. അപ്പോൾ ഇത് 1500 ആണെങ്കിൽ പ്രോബിലിറ്റി ഇതിനെ നിങ്ങൾ പി ഓഫ് എ, ഇത് പി ഓഫ് ബി, ഇത് പി ഓഫ് സി എന്ന് കൊടുക്കുകയാണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 1500 ഡിവൈഡ് ബൈ 1500. എത്ര ചാൻസ് ഉണ്ടെങ്കിലും അത് നമുക്ക് 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ക്ലാസ് 9 40 സ്റ്റുഡൻസ് were asked about the months of their birth. The following graph was prepared for the data so obtained. ഇതിൽ നിങ്ങൾക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. Find the probability that a student of the class was born in ആഗസ്റ്റിൽ ബോൺ ചെയ്തതിൻ്റെ
പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. എത്ര കുട്ടികളാണ് ആഗസ്റ്റിൽ ബോൺ. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ആഗസ്റ്റിൽ എത്ര കുട്ടികൾ, ആ ഗ്രാഫിന് നേരെ നോക്കിയാൽ മതി. ഗ്രാഫിന് നേരെ ഇവിടെ ആറ് കുട്ടികളാണ് ആഗസ്റ്റിൽ ബോൺ ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 40 തന്നിട്ടുണ്ട്. നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 40. ഇനി അങ്ങനെ തന്നിട്ടില്ല, ഈ നമ്പർ മാത്രമാണ് തന്നിട്ടുള്ളത്, അതെല്ലാം ആഡ് ചെയ്തായാലും നമുക്ക് 40 കിട്ടുന്നുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ജനുവരിയിൽ 3, ഫെബ്രുവരിയിൽ 4, അങ്ങനെ ആ ഓർഡറിൽ അതിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിലും 40 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്, ആഗസ്റ്റിലുള്ളതാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ് ഓഫ് ദ ക്ലാസ് വാസ് ബോൺ ഇൻ ആഗസ്റ്റിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആഗസ്റ്റിൽ എത്ര കുട്ടികളാണ്, 6 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്, 40. ഇനിയിപ്പോൾ ജനുവരിയിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ജനുവരിയിൽ എത്ര കുട്ടികളാണുള്ളത്, 3 കുട്ടികൾ. അപ്പോൾ 3/40. അതുപോലെ ഏതാണ് നമുക്ക് ചോദിച്ചത് അതിനനുസരിച്ച് എടുക്കും. മെയിലാണ് ചോദിച്ചിട്ടുള്ളത്, മെയിൽ എത്രയാണ് വരുന്നത്, മെയിൽ 5 ആണ്, 5 സ്റ്റുഡൻസ് ആണ് മെയിൽ പോകണം. അപ്പോൾ 5/40 മാത്രമേ അതിലുള്ളൂ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അടുത്ത ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 coins are tossed simultaneously 200 times with the following frequencies of different outcomes. അതായത് ഓരോ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഹെഡ് വന്നു, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം, നമ്പറാണ് അവിടെ പറയുന്നത്. അപ്പോൾ 200 ടൈംസ് ആണ് ഇവിടെ കോയിൻ ടോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 200 ആണ്. അതിൽ 3 ഹെഡ് കിട്ടിയത് നമുക്ക് എത്ര ടൈംസ് ആണ്, 23 ടൈംസ്. 2 ഹെഡ്സ് വന്നത് 72 ടൈംസ് ആണ്. 1 ഹെഡ് വന്നത് 77. പിന്നെ ഹെഡ് വന്നിട്ടില്ല, ടെയിലേ വന്നിട്ടുള്ളൂ, അത് 28 ടൈംസ്. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 2 ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ 2 ഹെഡ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് ആണ്. 2 ഹെഡ് കിട്ടാനുള്ളത് ഇവിടെ എത്രയാണ്, 72. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എഴുതിയിട്ട് 72 ഡിവൈഡ് ബൈ 200 എഴുതിയാൽ മതി. 72 ഡിവൈഡ് ബൈ 200 ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കാം. 72 ഇതിൽ ഇപ്പോൾ എത്ര ടൈം പോകും, 8 കൊണ്ട് 200നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കും. 8 ഇവിടെ 260, 45, 25. അപ്പോൾ ഇതിന് 8 9s are 72. അപ്പോൾ 9/25 ഇങ്ങനെയാണ് വരുന്നത്. അതിന് പിന്നെ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ വെച്ചാൽ മതി, 9/25. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, an organization selected for 2400 families at random and surveyed them to determine the relationship between income level and the number of vehicles in a family. The information gathered is listed in the table. നിങ്ങൾക്ക് അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മന്ത്ലി ഇൻകമും അതുപോലെ വെഹിക്കിൾ പെർ ഫാമിലി, 0 ഉള്ളത് 1 വെഹിക്കിൾ മാത്രമുള്ള എത്ര ഫാമിലീസ്, അതുപോലെ 2 വെഹിക്കിൾസ് ഉള്ള എത്ര ഫാമിലീസ്, എബോവ് 2 വെഹിക്കിൾസ് ഉള്ള എത്ര ഫാമിലി. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് പ്രോബിലിറ്റി കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഏർണിംഗ് റുപ്പീസ് 10,000-നും 13,000-നും ഇടയിൽ പെർ മന്ത് വാങ്ങണം. അതുപോലെ 2 വെഹിക്കിളുള്ള എത്ര ഫാമിലി. അവിടെ നോക്കുക, 10,000-നും 13,000-നും ഇടയിൽ. അതിൽ 2 വെഹിക്കിൾസും വരുന്നത് ഇവിടെ കറക്റ്റായിട്ട്, അതായത് 29 ആണ്. അപ്പോൾ 29 ആണ് 2 വെഹിക്കിൾസ് ഉള്ളത്. അതുപോലെ 10,000-നും 13,000-നും ഇടയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രോബിലിറ്റി അതെന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്, 2400. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 2400 ആണ്. അവിടെ എത്ര ഫാമിലിയാണ്, 29. അപ്പോൾ 29/2400. ഇനി സെക്കൻഡ് പി ഓഫ്, ഇങ്ങനെ E1 E2 അങ്ങനെ കൊടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. അടുത്തത് ഇനി എന്താണ് പറയുന്നത്, ഏർണിംഗ് റുപ്പീസ് 16,000 പെർ മന്ത് ആൻഡ് 1 വെഹിക്കിൾ ആണ്. 16,000 പെർ മന്തും 1 വെഹിക്കിളും വരുന്നത്. അപ്പോൾ 1 വെഹിക്കിൾ വരുന്നത് എത്ര ഫാമിലീസ് ആണ്, അവിടെ കറക്റ്റ് ഓർഡറിൽ എഴുതിയാലേ മനസ്സിലുള്ളൂ. 579. 16,000-ഉം ഇവിടുത്തെ 13,000 to 16,000 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏർണിംഗ് റുപ്പീസ് 16,000 പെർ മന്ത് ആൻഡ് 1 വെഹിക്കിൾ ആണ്. അപ്പോൾ അവിടെ 579 ഡിവൈഡ് ബൈ 2,400. അടുത്തത് തേർഡ് എന്ന് പറഞ്ഞാൽ പി ഓഫ് E2 E3. ഇനി അവിടെ 2,400 തന്നെ. എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കുക. ലെസ് ദാൻ 7,000 ആൻഡ് ഡസ് നോട്ട് ഹാവ് വെഹിക്കിൾ. ലെസ് ദാൻ 7,000 ആണ്. ലെസ് ദാൻ 7,000 എന്ന് പറയുന്നത് ഏതാ, ആദ്യത്തത്. അതിൽ നോ വെഹിക്കിൾ ആണ്. അപ്പോൾ 10.
10/2400. അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏർണിംഗ് 13,000 to 16,000 പെർ മന്ത് ആൻഡ് ഓണിങ് മോർ ദാൻ 2 വെഹിക്കിൾസ്. രണ്ടിൽ കൂടുതൽ വെഹിക്കിൾ ഉള്ളത് 13,000 to 16,000 എബോവ് 2 വെഹിക്കിൾ ഉള്ളത് ഏതാണ്? 25. അപ്പോൾ 25/2400. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫാമിലീസ് ഓണിങ് നോട്ട് മോർ ദാൻ 1 വെഹിക്കിൾ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മോർ ദാൻ 1 വെഹിക്കിൾ ഇല്ലാത്ത എത്ര ഫാമിലീസ് ഉണ്ട്? അപ്പോൾ ഇത് രണ്ടിൻ്റെയും ടോട്ടൽ നമ്മൾ നോക്കണം. മോർ ദാൻ 1 വെഹിക്കിൾ, ഇത് 1 വെഹിക്കിൾ ഉള്ളതാണ്, ഇത് വെഹിക്കിൾ ഇല്ലാത്ത ഫാമിലീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നോക്കുക, ഡിവൈഡ് ബൈ 2400. ഇതിൻ്റെ ടോട്ടൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2048 ആണ് വരുന്നത്. ഇത് വെഹിക്കിൾ ഇല്ലാത്ത ഫാമിലി 10, 1, 2, 1 അത് ആഡ് ചെയ്യുമ്പോൾ 14. അതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ 2062. 2062 ഡിവൈഡ് ബൈ 2400. ഓണിങ് നോട്ട് മോർ ദാൻ 1 വെഹിക്കിൾ. ഇപ്പോൾ ഒരു വെഹിക്കിളിൽ കൂടുതൽ ഓൺ ചെയ്യാത്തത് എത്ര ആൾക്കാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വെഹിക്കിളിൽ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു വെഹിക്കിളിൽ കൂടുതലില്ലാത്ത ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടലും ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 2400. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഏതിൻ്റെയാണോ പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് ഡിനോമിനേറ്ററിൽ എഴുതും, മുകളിൽ എഴുതേണ്ടത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. അതായത് പ്രോബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അത് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.